ഹലോ നമസ്കാരം. ഇന്ന് നമ്മളൊരു ചെറിയ വ്ളോഗാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം വീട് വാർക്കലിൻ്റെ ഒക്കെ ഇടയിലാണ് ഇളനാട് മിൽക്കിൽ നിന്ന് ഒരു കോള് വരുന്നത്. അവരുടെ കുറച്ച് പ്രൊഡക്ട്സൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ടും അവരുടെ ഫാക്ടറി ഒന്ന് സന്ദർശിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ അന്ന് കുറച്ച് പാലും തൈരും ഒക്കെ കൊണ്ടുവന്ന് തന്നിരുന്നു. പാലും തൈരൊക്കെ ഉപയോഗിച്ച് വീണയ്ക്ക് നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ ഇത്തവണ അവരുടെ ഫാക്ടറി ഒന്ന് സന്ദർശിച്ചു. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പ്രസീവായി തോന്നിയത് സജീഷിൻ്റെയും സുമേഷിൻ്റെയും ആ യാത്രയാണ്. ഒത്തിരി സാമ്പത്തിക പിരിമുറുക്കങ്ങൾക്കിടയിൽ നിന്ന് പത്രം വിതരണം ചെയ്തും പാൽ വിതരണം ചെയ്തുമൊക്കെ തുടങ്ങി സജീഷ് പഠിത്തത്തിനൊപ്പം പാല് കളക്ട് ചെയ്ത് കർഷകരിൽ നിന്ന് കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറി തുടങ്ങി പൊള്ളാച്ചിയിൽ. ആദ്യ സംരംഭം വിജയിച്ചില്ല. അന്ന് 25 വയസ്സിൽ 26 ലക്ഷത്തോളം കടം. അടുത്ത 7 വർഷം നിലനിൽപ്പിനുള്ള ഒരു പോരാട്ടം. രണ്ടാമതും അതേ സംരംഭം തന്നെ ഇത്തവണ ഇളനാട് തുടങ്ങി. അത് വിജയിച്ചു. 2018 ആരംഭിച്ച അത് ഇന്ന് കേരളത്തിലുടനീളം കളക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ഉള്ള ഒരു വലിയ സംരംഭമായി വളർന്നു. ഇപ്പോൾ അവർക്ക് പാല് മാത്രമല്ല, തൈര്, നെയ്യ്, ചപ്പാത്തി, ഐസ്ക്രീം, ദോശമാവ്, അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റുകൾ. കൊറോണ കാലത്തും ഒരു മുടക്കുമില്ലാതെ കർഷകരിൽ നിന്ന് പാല് കളക്ട് ചെയ്ത് ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ കർഷകരുടെ വിശ്വാസം, മിൽമ പാല് കളക്ട് ചെയ്യാനില്ലാതെയൊക്കെ കർഷകർ പാലൊഴുക്കി കളയുന്ന ഇതൊക്കെ നമുക്ക് ഓർമ്മയില്ലേ. അപ്പോൾ അതൊക്കെ ഒന്നിച്ചു വെച്ച് വായിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സംരംഭകരുടെ ആ ഒരു ട്രസ്റ്റ് നിലനിർത്തി കൊണ്ടുപോകാനുള്ള എഫേർട്ടിനെ കുറിച്ചൊക്കെ നമുക്ക് ബോധവാന്മാരാകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ നിങ്ങൾക്കും ഇളനാട് സന്ദർശിക്കാം. നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിച്ച പാല് കുടിക്കുമ്പോഴും അതേപോലെ തന്നെ തൈരും എല്ലാം ഉപയോഗിക്കുമ്പോഴും നമ്മൾ അതിൻ്റെ പുറകിലുള്ള ഒരു എഫേർട്ടിനെ കുറിച്ച് പലപ്പോഴും ആലോചിക്കാറില്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം വരാറില്ല. പക്ഷേ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് അതിൻ്റെ ആ ഒരു എഫേർട്ട് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ചും ക്ലീൻലിനെസ് പറയാതിരിക്കാൻ പറ്റില്ല. അത്ര വൃത്തിയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് പാലുൽപ്പന്നങ്ങളും ഉണ്ടാവുന്നത്. അപ്പം ഞാനും ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചിരുന്നു. പക്ഷെ എനിക്കിത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് അവിടെ പോകാൻ സാധിച്ചത്. അപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക, എല്ലാവരുടെയും ഒരു കൂട്ടായ്മ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ എനിക്ക് ഇമ്പ്രസീവായി തോന്നിയത് പാലും തൈരും ഒക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, മിക്കവാറും ഉപയോഗിക്കുന്നവരായിരിക്കാം, പക്ഷെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും പറയാം. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സജീഷ് ആൻഡ് സുമേഷ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും ഞാനും നന്ദുവും നേരുന്നു. നന്ദു ഉണ്ടായിരുന്നു. നന്ദു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫാക്ടറിയൊക്കെ സന്ദർശിക്കുന്നത് കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സാധാരണ രീതിയിൽ അങ്ങനെയൊന്നും വരാത്ത കൊച്ചാണ്, പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറയായിരുന്നു, ഇനി തൊട്ട് നാട്ടിലൊക്കെ പോകുമ്പോൾ അമ്മയുടെ അച്ഛൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു. നന്ദി. ഫൈനാൻസിൽ ബാങ്കിൽ നിന്ന് കുറച്ചുകൂടി സപ്പോർട്ട് കിട്ടിയില്ല. അത് നമുക്ക് ആഫ്റ്റർ കൊറോണയാണ് കുറച്ച് ഫോഴ്സിൽ ഇതായിരുന്നു. ആള് എല്ലാ ദിവസവും 10 ലിറ്റർ വെച്ച് തരാണ്ട് എല്ലാ ദിവസവും 10 ലിറ്റർ വെച്ച് തരും. നമുക്ക് യൂസേജ് എത്രയായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ പോലെ നമ്മളുള്ള ബ്രാഞ്ചസും കാര്യങ്ങളും നമ്മൾ കൂടി കൂട്ടി. എന്നുവെച്ചാൽ നമുക്ക് എന്തായാലും ചിലവാക്കി പറ്റുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. കർഷകർക്ക് ലീവ് ഇട്ട് കഴിഞ്ഞാൽ നാളെ നമുക്ക് ആവശ്യമുള്ള തരുന്നെങ്കിൽ ഒരു പരിധിയില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായില്ല, അത് പൊട്ടണ്ട. അതെന്ന് നേരത്തെ നമ്മുടെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് കാരണം ആ ടൈമിൽ നമുക്ക് എല്ലാ ദിവസവും അതിന് പാല് കളക്ട് ചെയ്യാൻ പറ്റും. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്കത് നല്ല രീതിയിൽ പുറത്തത് ഉപയോഗിച്ച് ഇത് ചെയ്തു. എല്ലാത്തിനും ഇപ്പോൾ ഇത് കാരണം ഒരു കൺവേർഷനും ചെയ്തു, സെയിലും കുറച്ച് കൂട്ടി അങ്ങനെ രണ്ടെല്ലാം കൂടിയിട്ട് കവർ ചെയ്തിട്ട് തോന്നി. എപ്പോഴും ഒരു വിശ്വാസം നമ്മുടെ കല്യാണം പറഞ്ഞതല്ലേ, അതാണ് ശരിക്കല്ല ആ ഒരു വിഷയം അതിൻ്റെ വലിയ ഭാഗമാണ്. അതുണ്ടെങ്കിലല്ലേ വിശ്വാസം. പ്രൈവറ്റ് കോളേജിൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ MBA എൻട്രൻസ് ചെയ്തു. അപ്പൊ പിന്നെ ഇവനും ഉണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു. ഇവര് പാലിനെ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ MBA ആലപ്പുഴ പോയി പഠിച്ചു. അത് കഴിയുമ്പോൾ MPhil എൻട്രൻസ് ചെയ്തു. അവിടെയും കിട്ടി, അതും പഠിച്ചു. അപ്പൊ എന്റെ ഒപ്പം പഠിച്ചവര് ആരും MPhil വരെ പഠിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതുവരെ പഠിച്ചു. കിട്ടാത്തതുകൊണ്ടാണ് അവിടെ എത്തിയത്. എന്റെ പേര് സജീഷ്. ഞാൻ ഇളനാട് മിൽക്കിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. സുമേഷ് ഡയറക്ടറാണ്. ഞങ്ങളുടെ സെയിൽസ്, കേരള സെയിൽസ് കിട്ടിയാണ് വൈശാഖ്. അത് ഓൾറെഡി മാഡത്തിന്റെ കേസ് പറഞ്ഞപ്പോ അവിയലിന് നീ പരീക്ഷ ഉണ്ട്.
ജിതിന്റെ കേസ് പറഞ്ഞില്ല. പിന്നെ അശ്വിൻ ആരോട് നേരത്തെ പരിചയപ്പെട്ടു. നമ്മുടെ പ്ലാന്റ് എഞ്ചിനീയർ ആണ്. സജീഷ് ചിലപ്പോ കുട്ടിനെ ഇഷ്ടപ്പെടുന്ന ആളാ. നമ്മളെ വൈഫും ഞാനും മിൽമേല് ചെയ്യുമ്പളേ മാറി താമസിച്ച ടൈമിലെ വൈഫിന്റെ ഏറ്റവും പ്രധാനമായിട്ടായിരുന്നു. അപ്പൊ ഞാൻ രാവിലെ സാറ് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതിന് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഫോട്ടോ എടുത്തു. വിഷ്ണു എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആണ്. അതേതന്നെ അടുത്തത് ലാവണ്യ. ആറ് ജില്ലയിലേക്ക് അങ്ങനെ വണ്ടി പോകും. പാലം മറ്റേതൊക്കെ നേരത്തെ 10 മണി വരെ, വൈകുന്നേരം 10 മണി വരെ.